ഹലോ, അപ്പം ഇന്ന് ഒരു വാൾ പോസ്റ്റർ നമുക്ക് മേക്ക് ചെയ്യാം. ഇത് ഞാനിപ്പോൾ വാഷ് ഷീറ്റൊക്കെ ഒട്ടിച്ച് ഓൾറെഡി ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 2-3 ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ബ്ലൂ തീമാണ്, ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ട് ബ്ലൂ ആൻഡ് പേർപ്പിളും, പിന്നെ ബോർഡേഴ്സ് എല്ലാം പിങ്ക് ആൻഡ് യെല്ലോയും വെച്ച് ചെയ്തതാണ്. ഇതിനകത്ത് ഞാൻ കുറേ സ്റ്റോൺ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലും നൈസായിട്ട് കുറച്ചൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ തീം വന്നിട്ട് പിങ്ക് ആൻഡ് പേർപ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ പിങ്ക് ഒട്ടിച്ചത്. അപ്പോൾ ഇതിൽ എഴുതാൻ പോകുന്ന എന്തുവാന്ന് വെച്ചാൽ ഡ്രീം ഇറ്റ് ദെൻ ഡു ഇറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തോട്ടൊക്കെ ചെയ്യാം. ഇഷ്ടമുള്ള തോട്ട് എഴുതാം. ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് പിങ്ക് ആൻഡ് പേർപ്പിളിൽ ഡ്രീം ഇറ്റ് ദെൻ ഡു ഇറ്റ് ആണ്. ഞാൻ കുറച്ച് ബ്രഷ് പെൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പേസ്റ്റലാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്കപ്പോൾ കുറച്ച് പിങ്കും പേർപ്പിളും ഒക്കെ ഞാൻ എടുത്ത് ഇവിടെ വെളിയിലേക്ക് വെക്കാം. പിങ്ക് ഇതാണ്, ഭയങ്കര ലൈറ്റാണ് കേട്ടോ, ഭയങ്കര. ഇതിനേക്കാളും പേസ്റ്റൽ, ഇത് പേസ്റ്റലാണ്. ഇത് 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വയലറ്റും ലാവൻഡറും ഒരു ലൈറ്റ് പിങ്കും ആണ്. അപ്പോൾ ഇതിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുവാ, അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു എയിമൊന്നുമില്ല, എന്തെങ്കിലും അങ്ങ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ചെറിയ പോലത്തെ ഒരെണ്ണം നമ്മൾ 3 ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. 3 തോന്നുന്നു. 3 വാൾ പോസ്റ്റേഴ്സേ വെച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ ഭിത്തി വെക്കാനാണ് പോകുന്നത്. അപ്പം ഞാൻ മുമ്പ് ആദ്യം കാണിച്ച ആ 2 എണ്ണം അതിന് തന്നെ വെക്കാൻ, ഏതെങ്കിലും ഒന്നേ വെക്കണം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇത് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ചിലവർ ചെയ്തത് സക്സസ് ആവും, ചിലവർ ചെയ്താൽ സക്സസ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞത്. കാരണം നമുക്കൊരു സന്തോഷമാണ് നിങ്ങളത് ചെയ്ത് സക്സസ് ആവുമെന്ന് പറയുമ്പോഴേ. അപ്പോൾ നമുക്ക് നേരെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പേർപ്പിൾ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ 4 സൈഡ്സും കവർ ചെയ്യുവാണേ. ഓൾറെഡി വാഷി ടേപ്പ് ഉണ്ട്. ഇത് അതുമായിട്ട് അറ്റാച്ചായിട്ടാണ്. ഒരു മിസ് ഗ്യാപ്പ് പോലും വരേണ്ട ആവശ്യമില്ല. ഷേപ്പും തെറ്റിപ്പോയല്ലോ. ഇത് കണ്ടാലറിയാം നല്ല പേസ്റ്റലാണ്, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഇത് പേസ്റ്റല്ല. പക്ഷേ നമ്മളിത് ഇപ്പം ഞാൻ അടിച്ചപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ് ഈ കളർ നിൽക്കുന്നത്. ഇത് ഉണങ്ങി കുറച്ച് കഴിയുമ്പോൾ നല്ല ലൈറ്റ് ആവും. ഞങ്ങളിപ്പം അതിൻ്റെ മേളിൽ കുറേ ടൈംസ് ഇങ്ങനെ അടിച്ചിരിക്കും. കറക്റ്റ് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ആക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇനി ചെയ്യേണ്ടത് പിങ്കാണ് ഞാൻ എടുത്തത്. പിങ്ക് കൊണ്ട് ഇതിൻ്റെ വെളിയിൽ ലൈറ്റായിട്ട്, ഇത് ഞാൻ ഏത് ചാനൽ ചെയ്താലും ചെയ്യുന്നൊരു ട്രിക്കാണിത്. ട്രിക്കല്ല, ഒരിതാണ്, ഒരു ഭംഗിയാണിത്. ഇങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ പിങ്ക് ഭയങ്കര ലൈറ്റ്, അറിയാൻ പോലും ഇല്ലാണ്ട് ഭയങ്കര. പർപ്പിളിൻ്റെ കൂടെ ആകുമ്പോൾ പിങ്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. വീഡിയോയിൽ പ്രത്യേകിച്ച് അറിയത്തില്ല. അറിയുന്നുണ്ടോ ചെറുതായിട്ടൊക്കെ. പിന്നെ ഈ ബ്രഷ് പെൻ വന്നിട്ട് ഡോംസിൻ്റെ സൂപ്പർ സോഫ്റ്റ് പേസ്റ്റൽ ബ്രഷ് പെനാണ്. ലിങ്ക് കിട്ടുവാണെങ്കിൽ കൊടുക്കാം കേട്ടോ. ലിങ്ക് കിട്ടുവാണെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ 4 സൈഡും ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഞാൻ ഈ വീഡിയോ എൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ കട്ട് ചെയ്തിടാത്തത്. അപ്പം നിങ്ങൾക്കൂടെ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൂടെ എൻ്റെ കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ മറ്റേ ഒരു ബിലീവ് ഇൻ യുവർ സെൽഫ് ഇത് ചെയ്ത സെയിം മെത്തേഡ്, സെയിം ഡിസൈൻസ് തന്നെയാണ് ഇതിലും കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ ഒരു പേർപ്പിൾ ആൻഡ് പിങ്ക് വേർഷൻ തന്നെ പറയാം. ഇതിലും ഞാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ സാധനം ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത്, ഞാൻ വരച്ച് കട്ട് ചെയ്ത് ഒരു പേപ്പർ ഫുള്ള്, ഒരു വലിയ പേപ്പറിൽ ഇങ്ങനെ മൊത്തം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. നിങ്ങളിത് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ.
നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ വരച്ച്, ഇതും ഒരു പിങ്ക് ആൻഡ് പേർപ്പിൾ സൈഡിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം പിങ്ക അത് ഈ പിങ്ക് തന്നെയാണ്. അത് ഞാൻ കുറേ ഡാർക്കാക്കി കൊടുത്തതാണ്. ഇതെന്ന് വെച്ചാൽ ഈ പേസ്റ്റൽ ബ്രഷ് പെൻ കൊണ്ടാണ് ഇങ്ങനെ ലൈൻസ് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് കൊടുത്താൽ സിമ്പിൾ. ബട്ടർഫ്ലൈസ് അല്ല, റിബൺസ്. റിബൺസ് വരച്ച് കൊടുക്കുക. എൻ്റെ റിബൺ കുറച്ച് കുളമായി പോയി. അത് ഇങ്ങനെയല്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് റിബണായിട്ട് തോന്നത്തില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ റിബണ തോന്നും. പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആകെ വീട്ടിലുള്ള ഫെവിക്കോള് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ല, ഈ ഒരു ജേണൽ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ഒട്ടിക്കാൻ ഫെവിക്കോള് മാത്രമേ യൂസ് ചെയ്യൂ. ഡബിൾ സൈഡ് ഒക്കെ നമ്മൾ വെച്ചാൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഈ പഫി സ്റ്റിക്കേഴ്സ് പോലെ പൊങ്ങിയിരിക്കും. പക്ഷെ അതായിരിക്കും കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഈ 4 സൈഡിലും ഇത് വെച്ച് ഈ ഡബിൾ സൈഡ് ബാക്കിലാക്കിയിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ ഈ ഒരു കോണിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഈ ഇതിൽ ഒട്ടിച്ചു വെച്ചു. ഇനി നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം. ഇതാണ് പേപ്പർ. ഇതിൻ്റെ ഞാൻ പിങ്ക് തന്നെ ഉള്ളൊരു ഭാഗം നോക്കാം. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഏകദേശം പിങ്കൊക്കെ ഉണ്ട്. അല്ല, ഇവിടെ ഇത് ഇങ്ങനെ കിട്ടത്തില്ല, ഫുള്ള് കിട്ടത്തില്ല. കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇതിലേതാണ് ഏറ്റവും നല്ലതെന്നും പറയണേ. ഇതാണ് നമ്പർ 1, ഇതാണ് നമ്പർ 2. കമൻറ്റ് ചെയ്യണം. ഇതിൽ 1 ആണോ 2 ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ 10ൽ 1നും ഇത് 1 ആണ്, ഇത് 2 ആണ്. 1നും 2നും 10ൽ ഒരു മാർക്ക് ഇടാണ് കേട്ടോ. കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസിനൊന്നും ഇതുവരെ ആരും കമൻറ്റ് ഇടാറില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ജേണൽ ബുക്കിൽ ഡയറിയിലുണ്ടോ. ഡയറി കുറേ ജേണൽ ചെയ്തിട്ടുണ്ട്. ആ ജേണൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇത് ജേണൽ പോലെയും അല്ല. പക്ഷെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് വളരെ വീഡിയോ മതി. ഇല്ല, കുറച്ച് മതി. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കണം. നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അല്ലല്ല, അത് ബോർഡർ മറയ്ക്കാതെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് സൈഡിൽ, കുറച്ച് താഴെ. ഇത് ഞങ്ങൾ 2 പേരോടാണ് കേട്ടോ ചെയ്യുന്നത്. പകുതി ഞാൻ ചെയ്താൽ പകുതി അവൾ ചെയ്യും. രണ്ടുപേരും ചെയ്യും, പക്ഷെ കൂടുതലും ഇവളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിലുള്ളതുപോലെ ബിലീവ് ഇൻ യുവർ സെൽഫ് അല്ല, ഡ്രീം ഇറ്റ് ദെൻ ഡു ഇറ്റ് എന്ന് എഴുതി കൊടുക്കണം. അത് ആരെഴുതും? ഞാൻ എഴുതും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപാട് ഹാൻഡ് റൈറ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഇതത്ര നല്ല കൈയക്ഷരമൊന്നും അല്ല. അത് വേറെ കാര്യം. ഞാനും ഒരു ചെറിയ ചെയ്തിട്ടുണ്ട്. പെന്നാണ്. ഇതിനകത്തിൽ പിങ്കോ പേർപ്പിളോ ഇല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റർ പെൻ എടുത്ത് ചെയ്യാം. കുറച്ചുകൂടെ നല്ലത് എൻ്റെ ഗ്ലിറ്റർ പെൻ. ഹൈലൈറ്ററിൽ ഇതുണ്ട്. ഇതിൽ ഏതാ എടുക്കുക? പർപ്പിൾ ഉണ്ട് കേട്ടോ ഗ്ലിറ്റർ പെൻ. ഗ്ലിറ്ററിൻ്റെത് ഇപ്പോൾ ഹൈലൈറ്ററിലാണ് വന്നിരിക്കുന്നത്. അതാണ് ഇത് നമുക്ക് എഴുതി കൊടുക്കാം. ഇതുകൊണ്ട് എഴുതിയിട്ട് മേളിൽ കൂടി ഈ ബ്രഷ് പെൻ കൊണ്ട് ഇങ്ങനെ എഴുതും അല്ലേ? ഇത് തെളിയാത്തയാണല്ലോ ഗൈസ്. തെളിയത്തില്ലേ? ഇതല്ല, നമുക്ക് വേറെ കളറും കൊള്ളത്തില്ല. അതെ, കളർ കൊള്ളത്തില്ല. ഇതിൻ്റെ വേറെ ഒരെണ്ണമുണ്ട്, അതെടുക്കുക. അത് കാണുന്നില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കാം. ഇതെടുക്കാം അല്ലേ? ഡ്രീം. ഇത് അത്യാവശ്യം ഡ്രീം ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോട്ടെ കേൾക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നല്ല തോട്ട്സ് കിട്ടും. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നല്ലത് പിൻട്രസ്റ്റ് ആയിരിക്കും. പിൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഡ്രീം ഇറ്റ് ദെൻ ഡു ഇറ്റ് ഞാൻ ജസ്റ്റ് എഴുതി. ഇതുകൊണ്ട് ഇങ്ങനെ ആദ്യം ലൈറ്റ് പേർപ്പിൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് പർപ്പിൾ കൊണ്ട് ചെയ്തിട്ട് എന്നിട്ട് വയലറ്റ് കൊണ്ട് ചെയ്യും. ഡ്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ
അതിൻ്റെ മണ്ടയ്ക്കൂടെ എഴുതണമെന്നുമില്ല. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വന്നിട്ട് ഡ്രീം ഇറ്റ് ദെൻ ഡു ഇറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ തോട്ട് തന്നെ എഴുതുന്നെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതിൽ അതുപോലെ തന്നെ ഡോണ്ട് ഗിവ് അപ്പ്, ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം, അതൊക്കെ വേണമെങ്കിൽ എഴുതിക്കോട്ടെ. അല്ലെങ്കിൽ എന്താ വേറെ ഉണ്ട്, ഇഷ്ടം പോലെ തോട്ട്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവളും അതുപോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ളതും വേണമെങ്കിൽ എഴുതാം. അതിലെന്താണ് എഴുതിയിട്ടുള്ളത് ഞാൻ പറയാവേ. അതിലെഴുതിയത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം, അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനി ചെയ്യുന്നത് ഞാൻ ഇത് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഡാർക്കിന്ന് ലൈറ്റിലേക്കൊരു ഇത് കൊണ്ടുവരും, ഷെയ്ഡിങ്സ് പോലെ. ആദ്യം ലൈറ്റ് ബ്രഷ് ഇത് ചെയ്യുന്നതിനൊരിതുണ്ട്. ആദ്യം ലൈറ്റ് ബ്രഷ് പെൻ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് സ്കെയിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. ബ്ലൂ ആകുമ്പോൾ 3 ബ്ലൂ ഉണ്ടായിരുന്നു, പക്ഷെ പർപ്പിൾ 2 പക്ഷെ ഞാൻ ബ്ലൂവിനകത്തും ആ 2 പർപ്പിൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ കേട്ടോ. 2 ബ്ലൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം 3ാമത്തെ ബ്ലൂ എനിക്ക് വേണമെന്ന് തോന്നിയില്ല. കാരണം 3ാമത്തെ ബ്ലൂ വേറൊരു ടൈപ്പ് ഓഫ് ബ്ലൂ ആണ്, പീകോക്ക് ബ്ലൂ പോലത്തെ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ലിങ്കും കിട്ടുവാണെങ്കിൽ കൊടുക്കാം. ഇത് വേറൊരു കവറിലാണുള്ളത്. ഈ ബോക്സ് ഇട്ട് വെച്ചിരിക്കുന്ന കാരണം ചെയ്യുമ്പോൾ പാക്കറ്റിൽ നിന്ന് എടുക്കുന്നതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതിൽ നിന്ന് എടുക്കാൻ. ഇതിൻ്റെ കൂടെ ഇതും കൂടെ കൊടുത്തു, പിങ്കും കൂടെ. അപ്പം ഇത് ഞാൻ ലൈറ്റിൽ നിന്ന് ഡാർക്കാണ് ഉദ്ദേശിച്ചെങ്കിലും കളർ മാറിപ്പോയി. കുഴപ്പമില്ല, ഡാർക്കിൽ നിന്ന് ലൈറ്റായി. പിങ്ക് കുറച്ച് പാടാണ്, കുറച്ച് ഇതിലിങ്ങനെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് പെൻ വരുന്നുണ്ട്. ഇതൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ യൂസാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്യും കേട്ടോ. മറ്റേതിനകത്ത് എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ബ്ലൂയിൽ നല്ല ഈസി ആയിട്ട് തന്നെ ബ്ലെൻഡ് ആയിപ്പോയി. പിന്നെ ഞാൻ ഈ എടുത്തേക്കുന്ന പേപ്പർ ഭയങ്കര തിക്കാണ് കേട്ടോ. നമ്മുടെ നോർമൽ ഒരു 20+ പേപ്പർ വെച്ചാലുള്ള ഒരു ഇതാണ്. 15 പേജസേ ഉള്ളൂ, പക്ഷെ ഒത്തിരി ഭയങ്കര കട്ടിയാണ്. ഇതിന് 100 എത്രയോ ആണ് പ്രൈസ് വരുന്നത്, 125 എന്തോ ആണ്. പക്ഷെ നല്ല വേർത്താണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പേർപ്പിൾ ഹൈലൈറ്റർ പെന്നുകൊണ്ട് ഈ സെയിം തോട്ടാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. സെയിം തോട്ട് ഇതിനകത്ത് എഴുതി കൊടുക്കുക. പ്രൈസ് വന്നിട്ട് ഇതാണ്, MRP 150 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എഴുതി കൊടുക്കാം, ഡ്രീം ഇറ്റ് ദെൻ ഡു ഇറ്റ്, 1 more ടൈം എഴുതി കൊടുക്കണം. അതിനകത്തും ഡ്രീം ഇറ്റ് അത് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. ഓക്കെ, അത് എഴുതിയിട്ട് ഇതങ്ങനെ ബ്ലെൻഡായി ഒത്തിരി. ഇത് ബ്ലെൻഡായി വന്നില്ല കേട്ടോ, ബ്ലെൻഡ് ആകുന്നില്ല. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ലൈറ്റ് പേർപ്പിൾ എടുത്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക കേട്ടോ. അതിൻ്റെ സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എനിക്ക് ഞാൻ ചെയ്ത് അതൊന്ന് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വേറെ സ്റ്റിക്കർ, ഇത് വേറെ സ്റ്റിക്കർ, ഇത് വേറെ. അപ്പോൾ നമുക്ക് പേർപ്പിൾ ആൻഡ് പിങ്ക് തീമിലുള്ള ഒരു കുട്ടീനെ കൊടുത്ത് കൊടുക്കാം. ഇതൊരു പിങ്ക് തീം വരുന്ന കുട്ടിയുണ്ട്. ഇത് മുടിയും, ഇത് പിങ്കും പേർപ്പിളും ഉണ്ടല്ലോ. ഇത് മുടിയും ഒക്കെ പർപ്പിൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാം അല്ലേ. പിന്നെ ഇതിലെ പെൺകുട്ടിയൊക്കെ തീർന്നിരിക്കുക കേട്ടോ. ഇത് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒട്ടിക്കാം നമുക്ക്. ഇത് അമ്മ കൊണ്ട് തന്നെ. ഇത് എവിടെ ഒട്ടിക്കുക, ഇവിടെ ഒട്ടിക്കുക അല്ലേ. ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇനി കളർ അടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നല്ലതാണ്. ഇനി തോട്ട്സ് പോലെ ഇതിലും ഉണ്ട്. ഹാപ്പി ഗേൾ, ഹായ്, ഏതോ ഒരു ഭാഷാവോ, ഹാവ് എ ഗുഡ് ഡേ, അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. ബെസ്റ്റ് വിഷ്. ഇതിൻ്റെ ലിങ്കൊന്നും ഇല്ല, കാരണം ഈ പെൺകുട്ടിയും നല്ലതായിരുന്നു. എൻ്റെ പർപ്പിളും പിങ്കും ഉണ്ട്. നേരിട്ട് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി ലിങ്ക് തരാൻ പറ്റത്തില്ല, ലിങ്ക് ഇല്ല.
അപ്പം ഇതിന് നിങ്ങൾ ഫുൾ ഓഫ് കളർ അടിച്ചു കൊടുക്കുക. ഭയങ്കര ഭയങ്കര ഫിനിഷിംഗ് ഒന്നും വേണ്ട, ഒട്ടിക്കുന്നു ജസ്റ്റ് ഒന്ന്. വേണ്ട, പേർപ്പിൾ ആണെങ്കിലും ഇതിനകത്ത് ഇനി അതും കൂടെ വന്നാൽ എവിടെ മീനിങ് എന്തോ ഉണ്ട്. ഇതിൽ എവിടെ ഒട്ടിക്കും? ഇത് ഈ ഫ്ലവർ എവിടെയെങ്കിലും ഒട്ടിക്കും. പിങ്ക് ആൻഡ് പർപ്പിൾ തീമിലാണ് ഈ സ്റ്റിക്കേഴ്സ് കൂടുതലും വന്നിട്ടുണ്ട്. പിങ്ക് പോവും പർപ്പിൾ പോവും, കറക്റ്റ് 2 എണ്ണം തന്നെ വന്നിട്ടുണ്ട്. ഞാനതൊന്നും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് കളർ കൊടുത്തില്ല. അതിനകത്ത് കളർ കൊടുക്കത്തില്ലല്ലോ. കൊടുത്തേക്കാം, ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ കൊടുക്കാം. ഇതിലും ഈ വാശി ടേപ്പിൻ്റെ എന്ന് വെച്ച ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു തീമെന്ന് തന്നെ പറയാവുന്നതാണ്. പല പല കളറിലും മിക്കതും ഹാർട്ട് ഡിസൈൻ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഡാർക്ക് പേർപ്പിളും കൊണ്ട് തന്നെ ഇതിന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. മറ്റേതിൻ്റെ സെയിം മെത്തേഡാണ് ഇവിടെ. എന്നിട്ട് അപ്പം ഇതെല്ലാം വോളിൽ ഒട്ടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഇനി ഇത് ചെയ്യുന്നത് 3 എണ്ണം കൂടെ ഒട്ടിക്കത്തില്ല, മാക്സിമം 2 എണ്ണം. ഇനി ഇതിൻ്റെ ലൈറ്റ് കളർ കൊണ്ട് ഇത് 2 കൂടെ എന്തായാലും ഒട്ടിക്കത്തില്ല. ഇതിനൊരു ബോർഡർ കൊടുക്കും. സെയിം ഡിസൈൻ വരുന്ന ഇതിന് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ ലൈറ്റ് കളർ കൊണ്ട് ഇതാ ഇതിനൊരു ബോർഡർ കൊടുത്തതിന് ഇത് ഇവിടെ ഒട്ടിക്കട്ടെ. നമ്മുടെ ഇവിടെ ഒട്ടിക്കട്ടെ. ഒട്ടിച്ചോ. പിന്നെ ഇതാ ഈ ഒരു വീണ്ടും ഹൈലൈറ്റർ പെൻ എടുത്തിട്ട് ഇതിന് മറ്റേതിന് കൊടുത്ത സെയിം ഡിസൈൻ തന്നെ ഇവിടെ കൊടുക്കാം. അങ്ങനെ. പക്ഷെ എനിക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതിനെക്കാട്ടി ഒന്നുകൂടി ഇഷ്ടപ്പെട്ടെ. ഇനി ഇത് ചെയ്യാനുള്ളത് വേറെ ഒന്നുമില്ല. ഇതിലൊട്ടിച്ചിട്ടുള്ള ഇതിനൊരു സ്റ്റിക്കർ ഒട്ടിക്കാമേ. സ്റ്റോൺ സ്റ്റിക്കർ ഇട്ടോ. ഓക്കെ, സ്റ്റിക്കർ അത് നമ്മൾ അത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇളകി പോകാണ്ടിരിക്കാൻ നമ്മൾ പശ കൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒട്ടിച്ചാൽ മതി. കാരണം ഇതിനകത്ത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒട്ടിച്ചേ. അപ്പം ഒട്ടിക്കണ്ടാടി, ഒട്ടിക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൽ 3 എണ്ണവും ഏതാ ഇഷ്ടപ്പെട്ടതെന്നെല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു. ഇത് 1, ഇത് 2, ഇത് 3 കേട്ടോ. അപ്പോൾ ഇതിനെല്ലാത്തിനും 10 ഔട്ട് ഓഫ് മാർക്ക് ഇട്ടേക്കുക. ഇതിൽ എനിക്ക് 3 എണ്ണം ഇഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇതും കുഴപ്പമില്ല, ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.